ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പക്ഷേ അങ്ങയുടെ പൊന്നുകരത്തിലേക്ക് ഹല്ലേലൂയ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ വചനത്തിൻ്റെ മുമ്പിലിരിപ്പാൻ അങ്ങ് ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. അങ്ങ് ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പൻ്റെ വലിയ കരം ഞങ്ങളോട് കൂടി ഇരുന്ന് ഞങ്ങളെ സഹായിക്കണം. വചനത്തിൻ്റെ വാതിൽ ഞങ്ങൾക്കായി തുറന്നു തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു മുഖാന്തരം അടിയങ്ങൾ ഒരുമിച്ച് അങ്ങയോട് ചോദിക്കുന്നു, കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആയിരിക്കാൻ, കൂടി വരുവാൻ, പ്രാർത്ഥിക്കുവാനൊക്കെ സ്വർഗത്തിലെ ദൈവം വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ഒരവസരം കൂടെ തന്നു. ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ജെനസിസ് ചാപ്റ്റർ 9, ഉൽപ്പത്തി പുസ്തകം 9-ാമത്തെ അധ്യായം. ഉൽപ്പത്തി പുസ്തകം 9-ാമത്തെ അധ്യായത്തിലെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ലോക സൃഷ്ടിക്ക് ശേഷം ഏകദേശം 1650 വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യമാണ് എന്ന് നമുക്ക് ഊഹിക്കാനായിട്ട് കഴിയും. The flood has happened around after 1650 years of creation. That's what the historians say. We can call this chapter as the new world and the new covenant, post flood world. പുതിയ ഭൂമി അല്ലെങ്കിൽ പുതിയ ലോകം, പുതിയ ഉടമ്പടി ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരധ്യായമാണ്. പ്രളയത്തിന് ശേഷമുള്ള ഒരു കാലഘട്ടം, പ്രളയത്തിന് ശേഷമുള്ള ഒരു കാലഘട്ടം. This has got 29 വേഴ്സസ്. ആ 29 വാക്യങ്ങളുള്ളതിൽ നമുക്കതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 1 to 7, 8 to 17 and 18 to 29. ഇപ്പോൾ 1 to 7 നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, നോവ ഈസ് ഗോയിങ് ടു ലീവ് ഇൻ എ ന്യൂ വേൾഡ്. ഒരു പുതിയ ലോകത്തിൽ നോഹ ജീവിക്കാൻ പോവുകയാണ്. ആസ് ആഡം വാസ് ടു ദി എർത്ത്. ആദം ഭൂമിയിലേക്ക് ജനിപ്പിച്ച് ഭൂമിയിൽ വാഴാൻ തുടങ്ങിയതുപോലെ ഇവിടെ ഇതാ നോഹ ഒരു പുതിയ ഭൂമിയിൽ വാഴുവാനായിട്ട് തുടങ്ങുകയാണ്. സോ when Adam started living, God gave him some instructions. ചില ഇൻസ്ട്രക്ഷൻസ്, ചില ഉപദേശങ്ങൾ, ചില നിർദ്ദേശങ്ങളൊക്കെ ദൈവം ആദാമിന് കൊടുത്തു. അതുപോലെ തന്നെ നോഹയ്ക്കും കൊടുക്കുന്ന കുറേ നിർദ്ദേശങ്ങളെ നമുക്ക് ഈ 7-ാം വാക്യം വരെയുള്ള ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. So verses 1 to 7 is instructions to Noah. 8 to 17 is God's promises and its sign, that is rainbow. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, പുതിയ ഭൂമിയിലേക്ക് ജീവിക്കാൻ പോകുന്ന മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം, ഉടമ്പടി, അതിൻ്റെ അടയാളമായ മേഘത്തിൽ വെച്ചിരിക്കുന്ന വില്ല്, ഇതൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. പിന്നെ 18 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നോഹാസ് ഡ്രങ്കൺനെസ് ആൻഡ് ഹാംസ് കേഴ്സ്. നോഹ വീഞ്ഞ് കുടിച്ച് ആ ലഹരിയിലാകുന്ന അനുഭവവും ഹാമിൻ്റെ സന്തതിയായ കനാൻ്റെ മേൽ വരുന്ന ശാപവും നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതിന് ഒരല്പം സിമിലാരിറ്റി ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യത്തെ അധ്യായങ്ങളുമായിട്ട് നമുക്ക്
പഠിക്കാനായിട്ട് കഴിയും. ആദമും ഭൂമിയിൽ ജീവിച്ചു തുടങ്ങിയപ്പോൾ ആദ്യം കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു. പിന്നീട് ദൈവം അവന് വാഗ്ദത്തങ്ങൾ ഒക്കെ കൊടുക്കുന്നുണ്ട്. നീ പെരുകി ഇങ്ങനെയൊക്കെ ആകണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം പറയുന്നുണ്ട്. പിന്നീട് അവസാനം അവൻ പാപം ചെയ്യുന്നു, അവൻ്റെ മേൽ ശാപം വീഴുന്നു. ഇത് നമ്മൾ വായിക്കുമ്പോൾ ദ സെയിം സർക്കിൾ ഈസ് ഗെറ്റിംഗ് റിപ്പീറ്റഡ്. അങ്ങനെ ആവർത്തിക്കപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിബഡി ക്യാൻ ഫോൾ. എത്ര റൈച്ചസ് ആയിട്ടുള്ള ആൾക്കാരാണ്, എത്ര ദൈവകൃപ പ്രാപിച്ചവരാണ്. നോഹ അവൻ്റെ തലമുറയിൽ ദൈവകൃപ കണ്ടെത്തി അനുഭവിച്ച ഒരു വ്യക്തിയാണ്. ബട്ട് സ്റ്റിൽ എനിബഡി ക്യാൻ ഫോൾ. ആർക്ക് വേണമെങ്കിലും വീണു പോകാം എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. ഞാൻ അതിലേക്ക് മടങ്ങി വരാം. ഓക്കെ, നാം ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ നോഹയ്ക്ക് കൊടുത്ത ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ്? ആ ഒന്നാമത്തെ വാക്യം മുതൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ പ്രധാനമായിട്ടും കൊടുത്തിരിക്കുന്ന 4 ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഒന്ന്, ബി ഫ്രൂട്ട്ഫുൾ ആൻഡ് മൾട്ടിപ്ലൈ. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയണം. ഓർത്ത് നോക്കിക്കേ, ജെനസിസ് ചാപ്റ്റർ 1:28, 1-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം വായിക്കുമ്പോൾ അവിടെയും നമുക്ക് കാണാൻ കഴിയുന്ന അതേ ഇൻസ്ട്രക്ഷനാണ് ഇവിടെ ആവർത്തിക്കപ്പെടുന്നത്. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിന്മേലും സകല ഭൂചര ജന്തുവിൻ്റെ മേലും പറവജാതിന്മേലും വാഴുവീനെന്ന് അവരോട് കൽപ്പിച്ചു. അപ്പോൾ അവിടെയും ആദമിനും കൊടുക്കുന്ന സെയിം ഇൻസ്ട്രക്ഷൻ നമുക്ക് കാണാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് പിന്നീട് പറഞ്ഞിരിക്കുന്നത്, ഭൂചര ജന്തുക്കളൊക്കെ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ, പച്ചസസ്യം പോലെ ഞാൻ സകലവും നിങ്ങൾക്ക് തന്നിരിക്കുന്നു. എവ്രി ലിവിങ് തിങ് ക്യാൻ ബി ദ ഫുഡ് ഫോർ യു. നിങ്ങൾക്ക് പച്ചസസ്യം മാത്രമാണ് അതിനു മുമ്പ് ജെനസിസ് ചാപ്റ്റർ 1:29 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ആദമിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനാണ് ഭൂമിയിലെങ്ങും വിത്തുള്ള സസ്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് ആഹാരമായിട്ട് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം ഈ ഭാഗം മുതലാണ്, 3-ാം വാക്യം മുതലാണ് മനുഷ്യൻ നോൺ വെജിറ്റേറിയൻ ആയത്. അവന് ഈ സമയം മുതലാണ് മറ്റ് മൃഗജാലങ്ങളെ ഭക്ഷിക്കാനായിട്ടുള്ള ഒരു അവകാശം ദൈവം അവന് കൊടുത്തത്. 1:29, 2-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ, ഇതൊക്കെ വായിക്കുമ്പോഴും നമുക്ക് ദൈവം ആഹാരവുമായി ബന്ധപ്പെട്ട് ആദമിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് കാണാനായിട്ട് കഴിയും. ഓക്കെ, അടുത്ത ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ദ ഫിയർ ആൻഡ് ഡ്രെഡ് ഓഫ് യു ഷാൽ ബി ഓൺ എവറി ബീസ്റ്റ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എങ്കിലും അതിൻ്റെ ഇടയ്ക്ക് നോഹയോട് പറയുന്ന ഒരു കാര്യമാണ് 2-ാം വാക്യത്തിൽ, നിങ്ങളെപ്പറ്റിയുള്ള പേടിയും നടുക്കവും ഭൂമിയിലെ
സകല ഭൂചരങ്ങൾക്കും സമുദ്രത്തിലെ സകല മത്സ്യങ്ങൾക്കും ഉണ്ടാകും. അവയെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ഇത് നമുക്ക് ആദമിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം അവിടെ എനിമിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നില്ല, ശത്രുത്വം ഉണ്ടായിരുന്നില്ല. ആദമിനെ സൃഷ്ടിച്ച സമയത്ത് ശത്രുത്വം ഉണ്ടായിരുന്നില്ല. പാപത്തിൽ വീണതിന് ശേഷമാണ് ആ ശാപത്തിൻ്റെ ഭാഗമായിട്ടാണ് ശത്രുത്വത്തെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അത് ഇവിടെയും തുടരുകയാണ്. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ ചിന്തിച്ച ഒരു കാര്യം, എന്തുകൊണ്ടായിരിക്കാം ഈ മൃഗങ്ങൾക്കും ആകാശത്തിലെ പറവകൾക്കും സമുദ്രത്തിലെ മത്സ്യത്തിനുമൊക്കെ ഒരു പേടിയും നടുക്കവും ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള ഒരു കാരണം ഇതായിരിക്കാം. കാരണം ഈ കാലം അത്രയും ആദമും അവൻ്റെ തലമുറകളും ഒരിക്കൽ പോലും ഏതെങ്കിലും ഒരു മൃഗത്തെയോ ഒരു പറവജാതിയോ സമുദ്രത്തിലുള്ള ഏതെങ്കിലും ഒരു മത്സ്യത്തെയോ അവരുടെ ഭക്ഷണത്തിനായിട്ട് ആക്രമിക്കുകയോ കീഴടക്കുകയോ ചെയ്തിട്ടില്ല. ഇന്ന് വരെ അങ്ങനെ ഒരു കാര്യമുണ്ടായിട്ടില്ല. ഇപ്പോൾ ഇവർക്ക് ഇതിനെ ആഹാരമായിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ഒരു പേടി, ആ ഒരു ഭയം, ആ ഒരു നടുക്കം ഇതിൻ്റെ മേൽ വീഴുകയാണ്. അതായത് നോഹയും അവൻ്റെ തലമുറകളും ഞങ്ങളെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്, ഞങ്ങളുടെ പ്രാണനെടുത്ത് കളയുവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ചിന്ത ഇവരുടെ എല്ലാം ഉള്ളിൽ ഒരു ഭയമുളവാക്കുവാനായിട്ട് ഇടയാക്കിയെന്ന് ഞാനങ്ങനെ ചിന്തിക്കുകയാണ്. സ്തോത്രം. ഇനി അടുത്ത ഒരു ഇൻസ്ട്രക്ഷൻ നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്, യു ഷാൽ നോട്ട് ഈറ്റ് ഫ്ലഷ് വിത്ത് ഇറ്റ്സ് ലൈഫ് ഓർ ബ്ലഡ് ഇൻ ഇറ്റ്. നിങ്ങൾ എന്ത് വേണം ഈ കാര്യങ്ങളൊക്കെ കഴിക്കാം, പക്ഷേ അവരുടെ പ്രാണനായിരിക്കുന്ന രക്തത്തോടു കൂടെ മാത്രം നിങ്ങൾ മാംസം തിന്നരുത്. വേഴ്സ് 4. സോ നിങ്ങൾക്ക് ഇതൊക്കെ ഭക്ഷിക്കാമെങ്കിൽ പോലും അതിനകത്ത് ഒരു റെസ്ട്രിക്ഷൻ ദൈവം കൊടുക്കുകയാണ്. ഇതേ കാര്യം തന്നെ ഒരു കൽപ്പനയായിട്ട് ലേവ്യ പുസ്തകം 17:11, 14, ആവർത്തന പുസ്തകം 12:23 ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. ലെവിറ്റിക്കസ് ചാപ്റ്റർ 17 വേഴ്സ് 11, 14, ഡിയോട്രോണമി ചാപ്റ്റർ 12 വേഴ്സ് 23. ഈ ഭാഗങ്ങളിലൊക്കെ ഈ രക്തത്തോടുകൂടി മാംസം ഭക്ഷിക്കരുത്, യു ഷുഡ് നോട്ട് ഈറ്റ് ഫ്ലഷ് വിത്ത് ബ്ലഡ് എന്നുള്ള ആ ഒരു കൽപ്പന, ഒരു നിർദ്ദേശം നമുക്ക് ദൈവം വീണ്ടും ആവർത്തിച്ച് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. എന്തുകൊണ്ടാണ് രക്തത്തോടുകൂടെ ഭക്ഷിക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം, രക്തത്തോടുകൂടെ ഭക്ഷിക്കരുതെന്ന് പറയുന്നതിൻ്റെ റീസൺ, ഒരു ജീവിയുടെ പ്രാണൻ അല്ലെങ്കിൽ ജീവൻ രക്തത്തിലാണ് എന്ന് വചനം നമ്മളോട് ഓർമ്മിപ്പിക്കുന്നു. രക്തം വാർന്നു പോയാൽ ആർക്കും ജീവിച്ചിരിക്കാൻ പിന്നീട് കഴിയില്ല. ഈവൻ ബ്രെയിനിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ ഡിസ്ഫങ്ഷൻഡ് ആയാൽ പോലും മനുഷ്യൻ ജീവിച്ചിരിക്കും. എന്നാൽ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഇടിപ്പ് നിന്നാലോ, ബ്രെയിനിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഡിസ്ഫങ്ഷൻഡ് ആയാൽ അവനൊരു വെജിറ്റബിളായിട്ട്, ഈവൻ ബ്രെയിൻ ഡെഡ് ആയാൽ പോലും അവനൊരു വെജിറ്റബിൾ പോലെ അവന് ജീവിക്കാൻ കഴിയും. വേറെ ഫങ്ഷൻസ് ഒന്നും നടക്കത്തില്ലേ പോലും അവൻ ജീവനോടെ ഇരിക്കും. പക്ഷേ ഹാർട്ടിൻ്റെ ഫങ്ഷൻ നിന്ന് പോയാലോ, ഹൃദയത്തിൻ്റെ ഇടിപ്പ് നിന്ന് പോയാലോ, രക്തവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നീട് അവന് ജീവനോടെ ഇരിക്കാൻ കഴിയുകയില്ല. ഓക്കെ, ശരീരത്തിൻ്റെ മറ്റേതെങ്കിലും ഒരു ഓർഗൻ മുറിച്ചു കളഞ്ഞാലും അവന് ജീവനോടെ ഇരിക്കാൻ കഴിയും. പക്ഷേ രക്ത ഓട്ടം നിലച്ചാൽ
പിന്നീട് മനുഷ്യന് ജീവിച്ചിരിക്കാൻ കഴിയില്ല. അതോടുകൂടി അവൻ്റെ ജീവിതം അവസാനിക്കും, അവൻ്റെ പ്രാണൻ അവനിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഈ രക്തം എന്ന് പറയുന്നത് ദൈവവചനത്തിൽ വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അടുത്ത ചില വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം, എക്സഡസ് ചാപ്റ്റർ 12 വേഴ്സ് 13. ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു കാര്യം, മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ബ്ലഡ് ആസ് എ സൈൻ ഓഫ് മേഴ്സി ആൻഡ് എ പ്രൊട്ടക്ഷൻ ഫ്രം ഡെത്ത്. എക്സഡസ് ചാപ്റ്റർ 12 വേഴ്സ് 13. നിങ്ങൾ പാർക്കുന്ന വീടുകളിൽ മേൽ രക്തമടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു കടന്നു പോകും. ഞാൻ മിസ്രയീം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായിരിക്കുകയില്ല. ആമേൻ. ഈ രക്തം നിമിത്തം അവരുടെ മേൽ വരാൻ സാധ്യതയുണ്ടായിരുന്ന മരണം ഒഴിഞ്ഞുപോയി, സംഹാരം ഒഴിഞ്ഞുപോയി. ദേശത്ത് മുഴുവൻ കരച്ചിൽ വ്യാപരിച്ചപ്പോൾ ഗോശൻ ദേശത്തെ ഇസ്രായേൽ മക്കളുടെ ഭവനത്തിൽ മാത്രം ജയഘോഷം, കരച്ചിലില്ല. ദേശത്ത് മുഴുവൻ ആദ്യജാതൻ്റെ സംഹാരം, മൃഗങ്ങളുടെ ഉൾപ്പെടെ ആദ്യജാതന്മാരുടെ സംഹാരം നടന്നപ്പോൾ രക്തം നിമിത്തം ആദ്യജാതന്മാർ മാത്രമല്ല, ഒരു വലിയ ജനത മുഴുവൻ മരണം കാണാതെ ജീവനോടെ ശേഷിക്കുന്നു. രക്തനിമിത്തം കഴിഞ്ഞ 400-ലധികം വർഷങ്ങളായി ഉണ്ടായിരുന്ന അവരുടെ അടിമത്തം അവസാനിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, സംഹാരകൻ കടന്നു വരുമ്പോൾ ഒരൊറ്റ ഇസ്രായേലിനും വെളിയിലിറങ്ങി നിന്ന് ആ സംഹാരകനോട് ഇവിടെ കയറരുത്, ഇത് ദൈവത്തിൻ്റെ ജനമാണ് എന്ന് പറഞ്ഞ് അവനോട് സംസാരിക്കാനോ പൊരുതാനോ ഇടവന്നില്ല, അതിൻ്റെ ആവശ്യം വന്നില്ല. ജനം അകത്ത് പുളിപ്പില്ലാത്ത അപ്പം കയ്യിൽ വടിയും പിടിച്ച് കാലിൽ ചെരുപ്പുമിട്ട് തിടുക്കത്തോടുകൂടി കയ്പുചീരയോട് ചേർത്ത് അതിനെ ഭക്ഷിക്കുമ്പോൾ, ജനം അകത്ത് ഉല്ലസിക്കുമ്പോൾ, അവർ സന്തോഷിക്കുമ്പോൾ രക്തം സംഹാരകനെ ഡീൽ ചെയ്തു. ഹല്ലേലൂയ. അപ്പോൾ blood is standing as a sign of mercy and protection. ദൈവത്തിൻ്റെ മഹാദയയുടെയും സംരക്ഷണത്തിൻ്റെയും അടയാളമായിട്ട് നമുക്ക് ദൈവവചനത്തിൽ രക്തത്തെ കാണാൻ കഴിയും. പൊതിഞ്ഞു നിൽക്കുകയാണ്. ആ രക്തം പുരണ്ടിരിക്കുന്ന ആ ഡോറിൻ്റെ, ആ വാതിലിൻ്റെ പിന്നിലുള്ള സകലതും സംരക്ഷിക്കപ്പെടുകയാണ്. സ്തോത്രം. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഇവരാരും അവരുടെ മൃഗത്തെയും അല്ലെങ്കിൽ അവരുടെ മൃഗസമ്പത്തിനെയും ഒന്നും വീട്ടിനകത്ത് കയറ്റി വെച്ച് കാണത്തില്ല. മൃഗസമ്പത്തൊക്കെ അവരുടെ തൊഴുത്തുകളിൽ തന്നെ ആയിരിക്കും നിന്നത്. വീടിനോട് തൊട്ട് ചേർന്ന് നിൽക്കുന്ന തൊഴുത്തുകളിലോ അടുത്ത സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും നിന്നത്. വീട്ടിൻ്റെ കട്ടിളക്കാൽ രണ്ടിന്മേലും കുറുമ്പടിമേലും രക്തമുണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് വീടിനകത്തുള്ളവർ മാത്രമല്ല, ആ വീടിനോട് ചേർന്ന് നിന്ന സകലതും സംരക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ. സ്തോത്രം.
ഇതേ കാര്യം തന്നെയാണ് പുതിയ നിയമത്തിലും യേശുവിൻ്റെ രക്തം ചെയ്യുന്നത്. നാം യേശുവിൻ്റെ രക്തം ഏതിന്മേലൊക്കെ ക്ലെയിം ചെയ്യുന്നുവോ അതിനെ മുഴുവൻ സംരക്ഷിക്കുവാൻ കഴിയുന്ന ശക്തി ആ രക്തത്തിനുണ്ട് എന്നോർക്കുക. എന്നാൽ ഒരു കാര്യം കൂടെ ഓർക്കുക, ഏതെങ്കിലും ഒരു ഇസ്രായേലിയൻ കരുതുകയാണ് ആടിനെ അറുത്തു, പറഞ്ഞതെല്ലാം ചെയ്തു, ഇപ്പം രക്തമൊന്ന് പുരട്ടിയില്ലെന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് കാര്യമാണ്? അതിനകത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ, ദൈവത്തിനറിയാവല്ലോ ആടിനെ അറുത്തെന്നും ഈ 10-ാം തീയതി മുതൽ ഞങ്ങൾ നോക്കി വെച്ചെന്നും അതിന് ഊനമില്ലാത്തതാണെന്നും ഞങ്ങൾ അറുത്തെന്നും അകത്ത് ഞങ്ങൾ പെസഹ ഭക്ഷിക്കുകയാണെന്നും ഒക്കെ ദൈവത്തിനറിയാമല്ലോ. ഈ രക്തമൊന്ന് പുരട്ടണമെന്ന് അതിൻ്റെ കാര്യമില്ലല്ലോ എന്ന് ചിന്തിച്ചാൽ അബദ്ധം പറ്റി. Shedding the blood on the cross of Calvary was God's responsibility. That sacrifice was completed and finished by God. ദൈവം അത് ചെയ്തു കഴിഞ്ഞു. ആ രക്തച്ചൊരിച്ചിൽ കാൽവറിയുടെ നെറുകയിൽ തൻ്റെ ഊനമില്ലാത്ത സന്തതിയെ ഹല്ലേലൂയ തന്നെ യാഗമായി ദൈവം അർപ്പിച്ചു കഴിഞ്ഞു. രക്തമൊഴുക്കിയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ബട്ട് ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ടു റിസീവ് ഇറ്റ്. നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ രക്തത്തിൻ്റെ മറവിൽ അതിനെ സ്വീകരിച്ച് ആ രക്തത്തിൻ്റെ മറവിലേക്ക് മറയുക എന്നുള്ളത്. ഇനി കട്ടിളക്കാൽ 2 കുറുമ്പടി മേലും രക്തം പുരട്ടിയിട്ടുണ്ട്, എൻ്റെ വീട്ടിൻ്റെ മേൽ രക്തമുണ്ട് എന്ന് വിചാരിച്ച് വഴിയിലിറങ്ങി നടന്നാലോ? സംരക്ഷണമില്ല. ഹല്ലേലൂയ, സ്തോത്രം. രക്തത്തിൻ്റെ പുറകിൽ മറയുക മാത്രമല്ല, അതിൽ തുടരാനുള്ള ഉത്തരവാദിത്തം എനിക്കും നിങ്ങൾക്കുമുണ്ട്. It's not only to believe the sacrifice on the cross, it is also our responsibility to continue in that blood covenant. ആ രക്ത ഉടമ്പടിയിൽ തുടരാനുള്ള ഉത്തരവാദിത്തം എനിക്കും നിങ്ങൾക്കുമുണ്ട്. അല്ലെങ്കിൽ സംഹാരകൻ്റെ കയ്യിൽ പെട്ടുപോകാം എന്ന് ഓർക്കുക. ആ ഭാഗം പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പുറപ്പാട് പുസ്തകം തന്നെ 24-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം വായിക്കാമോ? എക്സഡസ് ചാപ്റ്റർ 24 വേഴ്സ് 8. ആ ഭാഗം വായിക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ രക്തം ഇസ്രയേലിൻ്റെ മേൽ ഒരു മുദ്രയായി വന്ന് വീഴുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. 24 വേഴ്സ് 8. അപ്പോൾ മോശ രക്തമെടുത്ത് ജനത്തിന്റെ മേൽ തളിച്ചു. ഈ സകല വചനങ്ങളും ആധാരമായി യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ രക്തം ഇതാ എന്ന് പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ആ covenant blood by sprinkling that covenant blood, Moses was telling them, this is sealing you. ഇത് നിങ്ങളുടെ മേലൊരു മുദ്രയായി വന്ന്, ഈ ഉടമ്പടിയുടെ രക്തം ഒരു മുദ്രയായി വന്ന് പതിക്കുകയാണ്. ഞാനും നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, ആ തളിച്ച രക്തം അങ്ങ് ഉണങ്ങിപ്പോയില്ലേ? ഇനി ഇസ്രായേൽ മക്കളുടെ മേൽ തളിക്കുമ്പോൾ ഒരു തുള്ളി, ഒരു മൈക്രോ ഡ്രോപ്പ് വന്ന് ആരുടെയെങ്കിലും ശരീരത്തിൽ എവിടെയെങ്കിലും വസ്ത്രത്തിലൊക്കെ വീണ അതാ വസ്ത്രം മാറിയപ്പോൾ അങ്ങ് പോയി, കഴുകിയപ്പോൾ അങ്ങ് പോയി, അല്ലെങ്കിൽ ഉണങ്ങിപ്പോയി എന്നൊക്കെ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയുമില്ലേ? പക്ഷേ ഹല്ലേലൂയ, ആ രക്തം ഇപ്പം കാണാനില്ലെങ്കിലും രക്തത്തിൻ്റെ ആ രക്ത ഉടമ്പടിയുടെ ഉടമസ്ഥൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഹല്ലേലൂയ, ആ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട സംരക്ഷണം മുദ്ര എൻ്റെയും നിങ്ങളുടെയും മേലുണ്ട്.
പലരും ചോദിക്കും, കാൽവറിയിലെ രക്തം ഉണങ്ങിപ്പോയില്ലേ? ഹല്ലേലൂയ, സ്തോത്രം. 2024 പരം വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ ചൊരിഞ്ഞ രക്തം എങ്ങനെയാണ് നമ്മുടെ പാപത്തെ കഴുകുന്നത്? അതെങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് സംരക്ഷണമായിട്ടിരിക്കുന്നത്? അങ്ങനെ കഴിയുമോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഓർക്കുക, ഹല്ലേലൂയ, സ്തോത്രം. ആ മിസ്രയീം നിന്നിറങ്ങിയത് മുതൽ ആ ഉടമ്പടിക്കകത്ത് നിന്ന സകല എണ്ണത്തെയും സംരക്ഷിച്ച് കനാനിലെത്തിച്ച ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ആ ഉടമ്പടിക്കകത്ത് നിന്നിടത്തോളം കാലം ഹല്ലേലൂയ സംഹാരകന് തൊടാൻ കഴിയാതെ, ശത്രുവിന് ജയിക്കാൻ കഴിയാതെ അവരെ സംരക്ഷിച്ച ഒരു ദൈവമുണ്ട്. ആ ഉടമ്പടിയിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുന്ന യഹൂദനെ ഇന്നും സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓർക്കുക, ഹല്ലേലൂയ, സ്തോത്രം. ഈ രക്തം അത് വെറും ഒരു കുഞ്ഞാടിൻ്റെ രക്തം, ഊനമില്ലാത്തതാണെന്നൊക്കെ പറഞ്ഞാലും വെറും ഒരു കുഞ്ഞാടിൻ്റെ ഹല്ലേലൂയ രക്തം, പശുഭസ്മം, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ഹല്ലേലൂയ ഇത്രയും സംരക്ഷണം കൊടുക്കുമെങ്കിൽ ഹല്ലേലൂയ നിർദോഷനായവൻ്റെ രക്തം, പുണ്യാഹ രക്തത്തിൻ്റെ ഉടയവൻ, ഹല്ലേലൂയ നിഷ്കളങ്കനായവൻ്റെ രക്തം, ലോകത്തിൻ്റെ പാപത്തെ മുഴുവൻ ഹല്ലേലൂയ ചുമന്നൊഴിച്ച നിഷ്കളങ്കനായ നിർദോഷിയായ, പാപം ചെയ്തിട്ടില്ലാത്ത, പാപം അറിഞ്ഞിട്ടില്ലാത്ത, ഹല്ലേലൂയ പാപിയല്ലാത്ത ഹല്ലേലൂയ അവൻ്റെ രക്തം ഹല്ലേലൂയ എത്രയധികം മുദ്രയായി നമ്മുടെ മേലിരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം തന്നെ 29-ാമത്തെ അധ്യായം ത്തിൻ്റെ 12-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. എക്സഡസ് ചാപ്റ്റർ 29 വേഴ്സ് 12. ഇത് ഹല്ലേലൂയ, സ്തോത്രം. ഇത് ഒരു സംരക്ഷണത്തിൻ്റെ അടയാളമായിട്ട്, ഒരു മുദ്രയായിട്ട്, ദയയുടെ ഒരു അടയാളമായിട്ട് മാത്രം ഇരിക്കുകയല്ല. ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ബ്ലഡ് ഹാസ് സാങ്ക്ടിഫൈഡ് ദി ഓൾട്ടർ. അത് രക്തം തളിച്ചതിനെ എല്ലാം ഹല്ലേലൂയ സാങ്ക്ടിഫൈ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. വായിക്കാം 29 വേഴ്സ് 12. കാളയുടെ രക്തം കുറവെടുത്ത് നിന്റെ വിരൽ കൊണ്ട് യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ മേൽ പുരട്ടിയ ശേഷമുള്ള രക്തമൊക്കെ യാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിക്കണം. ആമേൻ. ആ ഭാഗം നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന 2 കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ, ആലയത്തിനകത്തുള്ള സകല ആരാധനാ ഉപകരണങ്ങളെയും ശുദ്ധീകരിച്ച രക്തമാണിത്. ഹല്ലേലൂയ, സ്തോത്രം. സാങ്ക്ടിഫൈ ചെയ്യുക, ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഹല്ലേലൂയ, God was separating all those vessels and ആ ഇൻസ്ട്രുമെൻറ്റ്സ്, ആ വെസൽസ് എല്ലാത്തിനെയും ദൈവീക കാര്യങ്ങൾക്ക് വേണ്ടി സെപ്പറേറ്റ് ചെയ്യുകയാണ്, മാറ്റുകയാണ്. മറ്റൊന്നിനും വേണ്ടി ഇസ്രായേൽ മക്കളുടെ പാളയത്തിൽ ഇതുപോലെയുള്ള കരണ്ടിയും കത്തിയും മുപ്പല്ലിയും ഇതെല്ലാം അവരുടെയൊക്കെ വീട്ടിലുണ്ട്. അതിനോട് സിമിലറായിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ this is sanctified, this is separated for the temple. ഇത് ആലയത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഹല്ലേലൂയ, സ്തോത്രം, സാങ്ക്ടിഫൈ ചെയ്യുവാൻ കഴിയുന്ന ഒരു രക്തം. അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്, അതേ അധ്യായത്തിൽ കാണാൻ കഴിയുന്ന കാര്യമാണ്, the blood has set aside the priest. പുരോഹിതനെ അവൻ്റെ പൗരോഹിത്യത്തിനായിട്ട് വേർതിരിക്കുന്നതും ഇതേ രക്തമാണ്. അപ്പോൾ ഈ രക്തം നമുക്ക് സംരക്ഷണം തരികയും നമ്മുടെ മേൽ മുദ്രയായിരിക്കുകയും നമ്മെ വിശുദ്ധീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന രക്തമായിരിക്കുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ പദ്ധതികൾക്കായി നമ്മെ വേർതിരിക്കുകയും കൂടെ ചെയ്യുന്ന ഒരു രക്തത്തെ നമുക്ക് പുസ്തകത്തിനകത്ത് കാണാനായിട്ട് കഴിയുന്നു. എക്സഡസ് ചാപ്റ്റർ 30 വേഴ്സ് 10. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. ആ വാക്യം ശ്രദ്ധിക്കുമ്പോൾ വായിച്ചാട്ടെ. എക്സഡസ് ചാപ്റ്റർ 30 വേഴ്സ് 10.
പാപയാഗത്തിൽ രക്തമുണ്ട്. അവൻ തലമുറ തലമുറയായി വർഷാന്തര പ്രായശ്ചിത്തം കഴിക്കണം. ഇത് യഹോവയ്ക്ക് അതിവിശുദ്ധം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഇസ്രയേൽ പാളയത്തിന് മുഴുവനും കൂടെ വേണ്ടിയുള്ള ഹല്ലേലൂയ പ്രായശ്ചിത്തത്തിൻ്റെ രക്തം. ഹല്ലേലൂയ. ദ അറ്റോൺമെൻറ്റ് ബ്ലഡ് മെയ്ഡ് അറ്റോൺമെൻറ്റ് ഫോർ ഗോഡ്സ് പീപ്പിൾ. ദൈവത്തിൻ്റെ മുഴുവൻ ജനത്തിൻ്റെയും കൂടെ പാപത്തിനുള്ള പരിഹാരം ത്തിൻ്റെ രക്തത്തെ നമുക്കവിടെ കാണാൻ കഴിയും. അതായത് ഒരിക്കൽ രക്തത്തിൽ മറഞ്ഞു എന്ന് മാത്രമല്ല, പിന്നീട് വീണ്ടും മനുഷ്യൻ പാപം ചെയ്താൽ അവനെ വീണ്ടും വിശുദ്ധീകരിക്കാൻ കഴിയുന്ന, ആ പാപത്തെ പരിഹരിക്കാൻ കഴിയുന്ന രക്തത്തിൻ്റെ ശക്തിയെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നു. ആ ഭാഗം ചിന്തിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഇസ്രയേൽ പാളയത്തിൻ്റെ, ഇസ്രയേൽ ജനത്തിന് മുഴുവനും വേണ്ടിയും കൂടെ ഒരു കാളയെ അർപ്പിക്കും. പുരോഹിതന് വേണ്ടി ഒരു കാള. ഒന്നാലോചിച്ച് നോക്കിക്കേ. ഈ കണ്ട ലക്ഷക്കണക്കിന് വരുന്ന ജനത്തിന് വേണ്ടി ഒരു കാള മതി. പക്ഷേ ഇത് അർപ്പിക്കാൻ പോകുന്ന പുരോഹിതന് വേണ്ടി ഒരു കാള വേണം. അതായത് പുരോഹിതൻ എന്തെങ്കിലും പാപം ചെയ്താൽ അതിനുള്ള അറ്റോൺമെൻറ്റിൻ്റെ വില ഭയങ്കരമാണ്. ഈ പാളയത്തിലുള്ള ഇത്രയും ജനങ്ങൾക്ക് വേണ്ടി ഒരു കാളയെ അർപ്പിച്ചാൽ മതി. അതിന് ഇക്വലൻ്റ് ആയിട്ടാണ്, ഇത്രയും പേരുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അർപ്പിക്കുന്നതിന് തുല്യമായിട്ടാണ് പുരോഹിതൻ്റെ അറ്റോൺമെൻറ്റിന് വേണ്ടിയും കൂടെ അർപ്പിക്കുന്നത്. ഓർത്ത് നോക്കിക്കേ. ഇതിനെ രണ്ടിനെയും കൂടെ, ഒരു വശത്ത് ലക്ഷക്കണക്കിന് ജനം നിൽക്കുന്നു, ഒരു വശത്ത് ഈ പുരോഹിതൻ നിൽക്കുന്നു. അപ്പോൾ ദൈവിക വേലയ്ക്കു വേണ്ടി വേർതിരിയപ്പെട്ടിരിക്കുന്ന രാജകീയ പുരോഹിതമായിരിക്കുന്ന ഞാൻ്റെയും നിങ്ങളുടെയും പാപത്തെ, കുറവുകളെ ദൈവം എത്ര വലുതായിട്ട് കാണുന്നു എന്നുകൂടെ ഓർക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് രക്തവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. മാത്യു ചാപ്റ്റർ 26 വേഴ്സ് 8. അതൊന്ന് വായിച്ചേ ആ ഭാഗം. ശിഷ്യന്മാർ അത് കണ്ടിട്ട് മുഷിഞ്ഞ ഈ വെറും ചെലവ് എന്തിന്? ഇത് വളരെ വിലയ്ക്ക് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ആമേൻ. എന്നിട്ട് താഴോട്ട് വായിക്കുമ്പോൾ പറയുന്നുണ്ട്, അവൾ ഈ തൈലം എൻ്റെ ദേഹത്തിന്മേൽ ഒഴിച്ചത് എൻ്റെ ശവസംസ്കാരത്തിനായി ചെയ്തതാകുന്നു എന്ന് പറയുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഇപ്പം ഈ അവിടെ കാണുന്ന ആ തൈലം അവൾ കൊണ്ടുവന്ന് അവിടെ ഒഴിച്ചത്, ഒരു ആ ഡെഡ് ബോഡിയെ അടക്കുന്നതിന് മുമ്പ് അത് ദ്രവിച്ചു പോകാതിരിക്കാൻ, ചീത്തയായി പോകാതിരിക്കാനായിട്ട് അതിൻ്റെ മേൽ പുരട്ടുന്ന സുഗന്ധവർഗം, അതിനായിട്ടുള്ള ഒരു തൈലം, അങ്ങനെ ഒരു കാര്യം എനിക്ക് വേണ്ടി ഇവൾ ചെയ്തു എന്ന് മാത്രം ഓർത്താൽ മതി എന്ന് യേശു അവിടെ പറയുകയാണ്. അതായത് എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി ഈ തൈലം എൻ്റെ ദേഹത്തിൽ ഒഴിച്ചത് എൻ്റെ ശവസംസ്കാരത്തിനായി ചെയ്തതാകുന്നു എന്ന് പറയുന്നു. എന്തുവാണ് ഇവിടെ രക്തവുമായിട്ട് നമുക്കിവിടെ എന്താ ബന്ധം എന്നൊരു പക്ഷേ ഈ ഭാഗം വായിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും. എന്നാൽ ഓർക്കുക, ഈ പ്രിസേർവ് ചെയ്യാനുള്ള ഒരു കഴിവ് ആ തൈലത്തിന്, മനുഷ്യനുണ്ടാക്കിയ ഒരു തൈലത്തിനുണ്ടെങ്കിൽ, ഇവർ തന്നെ വീണ്ടും സുഗന്ധവർഗവുമായിട്ട്
യേശുവിൻ്റെ ശരീരത്തിൻ്റെ മേൽ ഇടാനായിട്ടുള്ള സുഗന്ധവർഗവുമായിട്ട് വരുന്നുണ്ടല്ലേ, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ. അവരതൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്നറിയാമോ? ഈ ശരീരത്തെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് നാളും കൂടെ ഇതിനെ ഒന്ന് സൂക്ഷിച്ച് വയ്ക്കുവാനായിട്ട്. അപ്പോൾ മനുഷ്യനുണ്ടാക്കിയ സുഗന്ധവർഗം നമുക്കറിയാം. ഈജിപ്ഷ്യൻസ് ഉണ്ടാക്കി മമ്മിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബോഡികൾ പലതും ഇന്നും നിലനിൽക്കുകയാണ്. അപ്പോൾ മനുഷ്യനുണ്ടാക്കിയ ഈ സുഗന്ധവർഗത്തിന് ഒരു ബോഡിയെ ഇത്രത്തോളം പ്രിസർവ് ചെയ്യാമെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ഒഴുകുന്ന ഈ തൈലരക്തത്തിന് ഹല്ലേലൂയ സ്തോത്രം നമ്മെ എത്രത്തോളം പ്രിസർവ് ചെയ്യാൻ കഴിയും. സ്തോത്രം. ഇത് ഭൂമിയിൽ നിന്നുള്ള ഒരു രക്തത്തെക്കുറിച്ചല്ല ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഹല്ലേലൂയ, സ്വർഗത്തിലെ ഓമനകുമാരൻ്റെ രക്തം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പാപമില്ലാത്ത ആ രക്തം, ജീവൻ, ഇന്നും ജീവനുള്ള ആ രക്തം, ഒരിക്കലും മരിക്കാത്ത ആ രക്തം, ആ തൈലം, ഹല്ലേലൂയ സ്തോത്രം, പാപം കൊണ്ട് മരണപ്പെട്ട ഈ ദേഹത്തിൻ്റെ മേൽ വീണാൽ, ഈ ദേഹിയുടെ മേൽ വീണാൽ, പാപം കൊണ്ട് മരിച്ചിരിക്കുന്ന ഈ ആത്മാവിൻ്റെ മേൽ വീണാൽ, ഹല്ലേലൂയ സ്തോത്രം, അതിനെ പ്രിസർവ് ചെയ്യുവാൻ എത്രയധികം ശക്തിയുള്ളതാണ് എന്ന് ഓർക്കുക. ഹല്ലേലൂയ സ്തോത്രം. റോമാലേഖനം 5-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് പോകാം. റോമാലേഖനം 5-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അവിടെയും നമുക്ക് ഈ രക്തത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കാണാനായിട്ട് കഴിയും. 5:9 എന്താണ് വായിക്കുന്നത്? അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ സ്തോത്രം. ദ ബ്ലഡ് ജസ്റ്റിഫൈസ് അസ്. ഈ രക്തം നമ്മെ നീതീകരിക്കുന്ന രക്തമാണ്. ഹല്ലേലൂയ. ഈ രക്തം നമ്മെ പ്രിസർവ് ചെയ്യുന്ന രക്തമാണെന്ന് മാത്രമല്ല, പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രക്തമാണെന്ന് മാത്രമല്ല, സീൽ ചെയ്യുന്ന രക്തമാണെന്ന് മാത്രമല്ല, ഹല്ലേലൂയ, ഈ രക്തം നമ്മെ നീതീകരിക്കുന്ന രക്തമാണ്. എഫേഷ്യൻസ് ചാപ്റ്റർ 1:7, എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം എന്താണ്? അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ദ ബ്ലഡ് ഓഫ് ജീസസ് ബ്രിങ്സ് റിഡംഷൻ. യേശു ക്രിസ്തുവിൻ്റെ രക്തം നമുക്ക് വീണ്ടെടുപ്പിനെ കൊണ്ടുവരുന്ന ഒന്നാണ് എന്ന് നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വീണ്ടെടുപ്പിനെ കൊണ്ടുവരുന്നതാണ്. കൊലോസ്യ ലേഖനം 1:20, കൊലോഷ്യൻസ് ചാപ്റ്റർ 1:20 എന്താണ് നമുക്ക് അവിടെ വായിക്കാൻ കഴിയുന്ന? അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിക്കുവാനും പിതാവിന് പ്രസാദം തോന്നി. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ രക്തത്തിന് എന്ത് ചെയ്യാൻ കഴിയുന്നു? ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് ഹല്ലേലൂയ, ബ്ലഡ് ബ്രിങ്സ് പീസ് വിത്ത് ഗോഡ്. ദൈവവുമായിട്ട് ഹല്ലേലൂയ സമാധാനത്തെ കൊണ്ടുവരുവാൻ. ഹല്ലേലൂയ, ഇറ്റ് ബ്രിങ്സ് റിക്കൺസിലിയേഷൻ വിത്ത് ഗോഡ്. ദൈവവുമായിട്ട് നിരപ്പ് കൊണ്ടുവരുവാൻ, സമാധാനം കൊണ്ടുവരുവാൻ ഈ രക്തത്തിന് കഴിയും. ഹല്ലേലൂയ സ്തോത്രം. എബ്രായ ലേഖനത്തിലേക്ക് പോയാലോ? എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം, ഈ ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തം മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീകശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസാക്ഷിയെ, നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. ദ ബ്ലഡ്
ക്ലെൻസസ് അസ്. എബ്രായ ലേഖനം 9:14, ഹീബ്രൂസ് ചാപ്റ്റർ 9:14. യേശുവിൻ്റെ രക്തം ഹല്ലേലൂയ നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്, നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. അതുതന്നെയല്ലേ നമുക്ക് 1 ജോൺ 1:17 കാണാൻ കഴിയുന്ന 1:7 കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ 1 ജോൺ 1:7 അവൻ ഹല്ലേലൂയ സ്തോത്രം 9 ഇങ്ങനെ വായിക്കാൻ കഴിയുന്നത് എന്താണ്? നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമായ രക്തമാണ്. സോ ഇറ്റ് ക്ലെൻസസ് അസ്. ഹല്ലേലൂയ നമ്മെ ഹല്ലേലൂയ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. 1 ജോൺ 1:9 നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. ഹല്ലേലൂയ. എബ്രായ ലേഖനത്തിലേക്ക് നാം മടങ്ങിപ്പോയാൽ ഹീബ്രൂസ് ചാപ്റ്റർ 10:19 അല്ലേ, 19 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു രക്തം. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ബ്ലഡ് ഗിവ്സ് us entrance to God's holy place. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിവിശുദ്ധിയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഈ രക്തം നമ്മെ സഹായിക്കുന്ന. എബ്രായ ലേഖനം 10:19-20 വാക്യങ്ങളാണ്. ഹല്ലേലൂയ. എബ്രായ ലേഖനത്തിൻ്റെ തന്നെ 13-ാം അധ്യായത്തിലേക്ക് പോയാൽ നമുക്ക് അവിടെ വായിക്കുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യം 13:12, ഹീബ്രൂസ് 13:12. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ചു. ഹല്ലേലൂയ. ദ ബ്ലഡ് ഓഫ് ജീസസ് സാങ്ക്ടിഫൈ us. യേശുവിൻ്റെ രക്തം നമ്മെ ഹല്ലേലൂയ വിശുദ്ധീകരിക്കുന്നു എന്ന് നമുക്കവിടെ പഠിക്കാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. റെവലേഷൻസ് ചാപ്റ്റർ 12 പോയാൽ ഹല്ലേലൂയ എന്ത് നമുക്ക് കാണാൻ കഴിയും? വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലേക്കൊന്ന് ഓടിപ്പോയി 12-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം 12:11, ഹീബ്രൂസ് ചാപ്റ്റർ 12:11 പരിചയമുള്ള വാക്യമാണ്. അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായും ജയിച്ചു. ഹല്ലേലൂയ. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ഹല്ലേലൂയ. രക്തം കൊണ്ട് നമുക്കൊരു ജയമുണ്ട്. വി ക്യാൻ ഹല്ലേലൂയ. ദ ബ്ലഡ് ഇനേബിൾസ് us to overcome Satan. ഹല്ലേലൂയ. ശത്രുവിനെ അല്ലെങ്കിൽ പിശാചിനെ ജയിക്കുവാൻ ഈ രക്തം കൊണ്ട് നമുക്ക് കഴിയും എന്നുള്ള കാര്യം ഓർക്കുക. ജെനസിസ് ചാപ്റ്റർ 9:9 ഒരു ഭാഗം മാത്രമാണ് നാം ചിന്തിച്ചത്. അടുത്ത ഭാഗം നമ്മൾ തുടർന്ന് അടുത്ത ദിവസങ്ങളിൽ നാം ചിന്തിക്കും. ഹല്ലേലൂയ സ്തോത്രം. ഈ രക്തത്തിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് രക്തത്തെ നിങ്ങൾ നിസ്സാരമായി കാണരുത്. രക്തത്തോടുകൂടി നിങ്ങളത് ഭക്ഷിക്കരുത്. ഹല്ലേലൂയ സ്തോത്രം. ഈ രക്തത്തിനകത്ത് ഒത്തിരി ശക്തിയേറിയ വിലയേറിയ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. രക്തത്തിന് ചെയ്യാൻ കഴിയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഹല്ലേലൂയ അത് നിസ്സാരമായി കണ്ട് അതോടുകൂടി അതിനെ ഭക്ഷിച്ച് കളയരുത് എന്നുള്ള ആ ഒരു വലിയ ഇൻസ്ട്രക്ഷൻ ഹല്ലേലൂയ ന്യായവിധി കഴിഞ്ഞ് ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങുന്ന മനുഷ്യന് ദൈവം സ്പെസിഫിക്കായിട്ട് കൊടുക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. നമുക്കും ഈ രക്തത്തിൻ്റെ മറവിൽ മറയുവാൻ, ഈ രക്തത്തിൻ്റെ വിശുദ്ധീകരണം അനുഭവിക്കുവാൻ, ഈ രക്തത്തിൻ്റെ മുദ്രയേൽക്കുവാൻ, ഈ രക്തത്തിൻ്റെ പിന്നിലുള്ള ആ സംരക്ഷണം അനുഭവിക്കുവാനൊക്കെ ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് നമുക്കും കൃപ തന്നതുകൊണ്ട് സ്തോത്രം ചെയ്യാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. God bless you. God bless you. God bless you. God bless you. God bless you.